السلام عليكم ورحمة الله. الحمد لله رب العالمين. نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على محمد وآله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يسلم وجهه إلى الله وهو محسن فقد استمسك بالعروة الوثقى وإلى الله عاقبة الأمور. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, വിശ്വമാനവികതയ്ക്ക് വേദവെളിച്ചമെന്ന ഒരു പ്രമേയത്തിൽ മാസങ്ങളോളം നീണ്ടുനിന്ന പ്രബോധന പ്രവർത്തനങ്ങളുടെ പര്യവസാനം കുറിച്ചുകൊണ്ട് നടക്കുന്ന ഈ മഹാസമ്മേളനത്തിൽ 2 ദിവസങ്ങളിലായി ചർച്ച ചെയ്യുന്ന ഇസ്ലാം എന്ന സെഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇപ്പോൾ അവതരിപ്പിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ മുസ്ലിമായി ജനിക്കാനും മുസ്ലിമായി ജീവിതം നയിക്കുവാനും മുസ്ലിമായി മരിക്കാനും കഴിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് നാം ഓരോരുത്തരും. മനുഷ്യാരംഭം മുതൽക്ക് ആദിമ പ്രവാചകനിലൂടെ കൈമാറി വന്ന ഇന്നും ലോകത്തു നിലനിൽക്കുന്ന ലോകാവസാനം വരെ നിലനിൽക്കുന്ന ദൈവികമായ മതമാകുന്നു ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ മതമായി അംഗീകരിക്കുന്നത് ഇസ്ലാമാകുന്നു. ومن يبتغي غير الإسلام لا يقبل منه. ഇസ്ലാമല്ലാത്ത ഏതെങ്കിലും ഒരു മതത്തെയാണ് ആരെങ്കിലും സ്വീകരിക്കുന്നത് എങ്കിൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല. ഭൗതികവും വൈജ്ഞാനികവുമായി വികാസം പ്രാപിച്ച ഒരു കാലഘട്ടത്തിൽ മനുഷ്യനേറെ അസ്വസ്ഥനായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനൊഴികെയുള്ള സകല വസ്തുക്കളും അള്ളാഹുവിന് കീഴുതുങ്ങി അതിൻ്റെ പ്രകൃതിപരമായ സ്വത്തയോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർള്. ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ആ ലോകത്ത് പ്രതിസന്ധികളോ പരാജയങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. കാരണം അതെല്ലാം അള്ളാഹുവിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെയാണ് മനുഷ്യജീവിതത്തിന് അവൻ്റെ ആവശ്യമായിട്ടുള്ള മാർഗ നിർദ്ദേശങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കാലാകാലങ്ങളിലായി മനുഷ്യരിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ ലക്ഷ്യങ്ങളെ അവൻ സ്വീകരിക്കുന്നിടത്താണ് ഏറ്റവും വലിയ
വിജയം പ്രാപിക്കുവാൻ സാധിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ സൂറത്തുൽ ബഖറയിലെ 38-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നു. ആദിമ മനുഷ്യനെ പ്രപഞ്ചത്തിലേക്ക് അയക്കുമ്പോൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പകർന്നു കൊടുത്തു. ഖുൽ ലഹ്ബിതു മിൻഹാ ജമീഅ വഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. മാനസികമായ അസ്വസ്ഥതയുള്ള, ആശങ്കയുള്ള ഒരു കാലഘട്ടത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മനുഷ്യനോട് പ്രപഞ്ച സൃഷ്ടാവ് പറയുകയാണ്, ഭയപ്പാടുകളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത ഒരു ജീവിതം ഞാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അതെന്തിലൂടെയാണ്? എൻ്റെ പക്കൽ നിന്നുള്ള സന്മാർഗം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആരാണോ എൻ്റെ ഈ മാർഗദർശനത്തെ പിൻപറ്റുന്നത്, ലാ ഖൗഫുൻ അലൈഹിം, അവന് ഭയപ്പെടേണ്ടതില്ല. ഭാവിയെക്കുറിച്ച് ഒരുപാട് ആശങ്കകളും പ്രയാസങ്ങളും ഒക്കെയായി നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മതേതര രാജ്യത്ത് മുസ്ലിമായതിൻ്റെ പേരുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളുമെല്ലാം നമ്മെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഈമാനുള്ള സത്യവിശ്വാസികളായ ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അങ്ങനെ ഒരവസ്ഥ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടതില്ല. നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾക്ക് ഈ പ്രപഞ്ചത്തിൽ അവർക്ക് എന്തെല്ലാം സുരക്ഷിതത്വവും സമാധാനവും അധികാരവും ഉണ്ടായിരുന്നു, അതെല്ലാം നാം നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും. അതിനാദ്യമായി വേണ്ടത് നിർഭയത്വമുള്ള ഒരു ജീവിതം നയിക്കുവാൻ ഇസ്ലാം ആദ്യമായി ആവശ്യപ്പെടുന്നത് മനുഷ്യൻ ആത്യന്തികമായി അവനെ സൃഷ്ടിച്ച രക്ഷിതാവിനെയാകണം ആരാധിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 21-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഏ മനുഷ്യരെ, നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷിതാവിനെയാണ്. അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവൻ അവനാകുന്നു. ലഅല്ലക്കും തത്തഖൂൻ, അതിലൂടെ നിങ്ങൾക്ക് ഭയഭക്തിയുള്ള ഒരു ജീവിതം നയിക്കാം. ആ അല്ലാഹു എന്നതാണ് ലോകത്ത് പ്രപഞ്ചത്തിലെ യാഥാർത്ഥ്യം. ആ റബ്ബിന്റെ വർത്തമാനങ്ങളെ സ്വീകരിക്കുന്നതാണ് യഥാർത്ഥമായ സത്യം. അതുകൊണ്ട് ഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ശാഅ ഫൽയുമിൻ ഫമൻ ശാഅ ഫൽയക്ഫുർ. ആരെയും നിർബന്ധം ചെലുത്താതെ, ആരോടും അടിച്ചേൽപ്പിക്കലുകളൊന്നുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് പറയുകയാണ്, ഖുൽ അൽ ഹഖ്ഖു മിർ റബ്ബിക്കും, സത്യം നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. പക്ഷേ ഈ സത്യത്തിന്റെ പാതയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ പൂർണ്ണമായ നിർഭയത്വം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിന് പുറമെയുള്ള ദൈവവസ്തുക്കളെ, ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ഉണ്ടാക്കുകയും വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതെല്ലാം ഈ പ്രപഞ്ചത്തിൽ നിർമ്മിക്കപ്പെട്ടവയാണ്, സൃഷ്ടിക്കപ്പെട്ടവയാകുന്നു. ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യഖ്ലഖൂൻ അംവാതുൻ ഗൈറ അഹ്യാ. അവരെല്ലാം വഹും യഖ്ലഖൂൻ ലാ യഖ്ലുഖൂന ശൈഅ, ഒരു വസ്തുവിനെയും അവർ സൃഷ്ടിക്കുന്നില്ല. വഹും യഖ്ലഖൂൻ, അവരാകട്ടെ സൃഷ്ടിക്കപ്പെടുന്നവരുമാകുന്നു. അംവാതുൻ, അവരെല്ലാം മരിച്ചു പോകുന്നവരാണ്. കാലാകാലം ജീവിച്ചിരിക്കുവാൻ അവർക്ക് സാധ്യമല്ല. അതുകൊണ്ട് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ സർവേശ്വരനായ ജഗന്നിയന്താവിനെ ആരാധിക്കുന്നതിലൂടെയുള്ള മോക്ഷമാണ് ഇസ്ലാമിന്റെ പരമപ്രധാനമായിട്ടുള്ളത്. നാം ജീവിക്കുന്ന നാട്ടിൽ നിർഭയത്വം ലഭിക്കാൻ പ്രപഞ്ചനാഥൻ നമ്മളോട് പറയുന്നതും ആ വിഷയമാകുന്നു.
വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹുമുല്ലദീ ഇർതലാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. നിങ്ങൾക്ക് പടച്ച റബ്ബ് ഈ പ്രപഞ്ചത്തിൽ നിങ്ങളുടെ നാടുകളിൽ നിങ്ങൾക്ക് അധികാരം നൽകും, നിങ്ങൾക്ക് നിർഭയത്വം നൽകും, നഷ്ടപ്പെട്ടു പോയതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു തരും. എവിടെയാണ്, എങ്ങോട്ടാണ് തിരിയേണ്ടത്? യഅ്ബുദൂനനി, അവൻ എന്നെ ആരാധിക്കണം. വലാ യുശ്രികൂന ബിഹി ശൈഅ, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിൽ ഒരാളെയും പങ്കു ചേർക്കാത്ത രൂപത്തിൽ. വലാ യുശ്രികൂന ബിഹി ശൈഅ, ഒന്നിനെയും പങ്കു ചേർക്കുവാൻ പാടില്ല. കോടിക്കണക്കിനായ മുസ്ലിമീങ്ങളായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും പല പ്രതിസന്ധികളുടെയും കാരണം ഈ രാഷ്ട്രീയത്തിൻ്റെ താല്പര്യത്തോടുകൂടി മനസ്സിലാക്കുവാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് മുസ്ലിം എന്ന് പറയുന്നതിന് ഇസ്ലാം നൽകുന്ന വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരാശയമുണ്ട്. അതെന്താണ്? വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം 208-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ. ഇസ്ലാമിനേക്കാൾ ഏറ്റവും മുൻപന്തിയിൽ ഈമാനാണ്. പക്ഷെ ആ ഈമാനുള്ള ആളുകളോട് അല്ലാഹു പറയുന്നത്, ഉദ്ഖുലൂ, നിങ്ങൾ പ്രവേശിക്കണം. ഫിസ്സിൽമി, ഇസ്ലാമിലേക്ക്, അല്ലാഹുവിന്റെ മതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കേണ്ടത് കാഫത്തൻ, പൂർണ്ണമായ രൂപത്തിലാണ്. അഫതുമിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്, വേദഗ്രന്ഥത്തിൽ ചിലതിനെയെല്ലാം സ്വീകരിച്ച് ചിലതിനെയെല്ലാം തള്ളിക്കളയുന്നൊരവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല. പ്രവേശിക്കേണ്ടത് ഇസ്ലാമിലേക്ക് പരിപൂർണമായി കൊണ്ടായിരിക്കണം. ആ പരിപൂർണമായും ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കണം. അതായത് ഇസ്ലാം എന്നാൽ ചില വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രമായി ഒതുങ്ങിക്കൂടേണ്ടവയല്ല. അടുക്കള മുതൽ അന്താരാഷ്ട്ര രംഗം വരെയുള്ള എല്ലാ മേഖലയിലും ഇസ്ലാമിന് അതിൻ്റെതായിട്ടുള്ള നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ സ്വീകരിക്കുന്നിടത്ത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമനാണ് എന്നവന് അഭിമാനത്തോടുകൂടി പറയുവാൻ സാധിക്കണം. അങ്ങനെ ഇസ്ലാമിക ജീവിതത്തിലൂടെ ഓരോ വഴികളിലൂടെയും സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്ന നിർഭയത്വമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഭയപ്പെടേണ്ടതില്ല, വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കേണ്ടതുമില്ല. അതുകൊണ്ട് ദൈവവിശ്വാസത്തിലൂടെ മോക്ഷത്തിൻ്റെ വഴികൾ സ്വീകരിക്കുവാൻ തയ്യാറാകണം. രണ്ടാമത്തേത്, നാം ജീവിക്കുന്ന ഈ ലോകം പരിപൂർണമായും എല്ലാവിധ നന്മതിന്മകൾക്കും കൃത്യമായ പ്രതിഫലം ലഭിക്കുന്ന ഒരു ലോകമല്ല. അതുകൊണ്ട് വിശ്വാസികൾ ഇസ്ലാമിക സംഹിതയിൽ ജീവിക്കുമ്പോൾ വരാനിരിക്കുന്ന ഒരു ലോകത്താണ് അവന് പരിപൂർണമായ പ്രതിഫലം ലഭിക്കുക എന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ ഇടയ്ക്കെങ്കിലുമൊക്കെ ചിലപ്പോൾ ആഗ്രഹിക്കുന്നു ഒരു പരലോകമുണ്ട് എങ്കിൽ, ഒരു പ്രതിഫലത്തിൻ്റെ മറ്റൊരവസ്ഥയുണ്ടായിരുന്നുവെങ്കിൽ എത്രയോ മഹത്തരമാകുമായിരുന്നു എന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ പറയാറുണ്ട്. എന്നാൽ ഇസ്ലാം മുന്നിൽ വെക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾക്ക് തുല്യമായ പ്രതിഫലം കിട്ടുന്നൊരു ലോകം ഇവിടെയില്ല. അതുകൊണ്ട് നന്മകൾ ചെയ്തു പോയ മനുഷ്യന് വേണ്ടി പകരം കൊടുക്കാനൊരു സംവിധാനമില്ല. തെറ്റുകുറ്റങ്ങൾ ചെയ്ത് തിന്മകൾ ചെയ്ത് ആയിരക്കണക്കിന് മനുഷ്യനെ കൊന്നുകളഞ്ഞിട്ട് ഒരു ശിക്ഷയും ലഭിക്കാതെ ഈ ദുനിയാവിൽ നിന്ന് കടന്നുപോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവന് ശിക്ഷ കൊടുക്കാൻ ഏത് ലോകമാണ് ഉണ്ടാകുന്നത്? അതുകൊണ്ട് ഖുർആൻ 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിലെ 185-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا
ഇല്ലാ മതാഉൽ ഗുറൂർ. എല്ലാ ആത്മാവുകളും മരണത്തിൻ്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. എല്ലാവരും മരിക്കും. മരണത്തെക്കുറിച്ച് പേടിയുള്ള ആളുകൾ അതിൻ്റെ പിന്നാലെ സഞ്ചരിച്ചുകൊണ്ട് തീർച്ചയായും അവരും മരണം ഏൽക്കേണ്ടി വരും. ആരും അതിൽ നിന്ന് പിന്മാറുന്നില്ല. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിലാണ് അവൻ ചെയ്ത കർമ്മങ്ങൾക്ക് പരിപൂർണമായ പ്രതിഫലം ലഭിക്കുക. നന്മ ചെയ്തവന് നന്മയുടേതായിട്ടുള്ള പ്രതിഫലം. ഫമയ്യഉമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. അണുത്തൂക്കം നന്മ ആര് ചെയ്തു പോയാലും അതിനുള്ള ഫലം അവൻ കാണും. വമയ്യഉമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. അണുത്തൂക്കം തിന്മ ചെയ്താൽ ആ തിന്മക്കുള്ള പ്രതിഫലം അവൻ കാണുക തന്നെ ചെയ്യും. എന്നിട്ട് അല്ലാഹു എടുത്തു പറയുന്നു, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നന്മയ്ക്ക് നന്മയുടേതല്ലാത്ത മറ്റെന്തെങ്കിലും കൊടുക്കാൻ സാധിക്കുമോ എന്നാണ്. അപ്പം തക്കതായ തുല്യമായ പ്രതിഫലം ലഭിക്കാനുള്ള ഒരു ലോകം വരാതിരിക്കുന്നുണ്ട്. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിലാണ് നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്ക് പരിപൂർണമായ പ്രതിഫലം ലഭിക്കുക. അതുകൊണ്ട് അവിടെ വിജയം ലഭിക്കുന്നത് ആർക്കാണ്? ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തോ ഫഖദ് ഫാസ്, അവനാണ് വിജയിക്കാൻ സാധിക്കുക. അതുകൊണ്ട് ഇസ്ലാമിക ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം വിജയം നേടുവാൻ സാധിക്കുന്നത് പരലോകത്താകുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പരലോകമോക്ഷത്തിന് വേണ്ടി ഞാൻ ചെയ്യേണ്ടതായ കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നരകത്തിൽ നിന്ന് എന്നെ അകറ്റുവാൻ ആവശ്യമായ സകല കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് വിരോധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ജീവിത പദ്ധതികളായിരിക്കണം ഒരു മുസൽമാന്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ മകളെ വിളിച്ചുകൊണ്ടും പ്രവാചകന്റെ ഭാര്യമാരെ വിളിച്ചുകൊണ്ടുമെല്ലാം ആ സന്ദേശം അറിയിക്കുന്നുണ്ട്. എത്രത്തോളം? ഇത്തഖിന്നാറ വലോ ബിശഖി തംറ. ഒരു കാരക്കയുടെ ചീള കൊണ്ടാണെങ്കിലും നരകത്തിൽ നിന്ന് നിന്റെ നഫ്സിനെ കാത്തുരക്ഷിക്കണമെന്ന് പറയുന്നത് ഒരു നന്മയെയും ഇസ്ലാം നിസ്സാരവൽക്കരിക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹഖിറന്ന മിനൽ അഅമാലി ശൈഅ. കർമ്മത്തിൽ നിന്നൊന്നിനെയും നിസ്സാരവൽക്കരിക്കരുത്. ഏതുപോലും നിന്റെ സഹോദരനെ കാണുന്ന സന്ദർഭത്തിൽ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി അവനെ സമീപിക്കുന്നത് പോലും നിനക്ക് പുണ്യമാകുന്നു എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് വേണം? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹി വഹുവ മുഹ്സിൻ. ആരെങ്കിലും മുസ്ലിമായിക്കൊണ്ട് അല്ലാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് അല്ലാഹുവിലേക്ക് അവന്റെ പ്രീതിയെ സമർപ്പിക്കുകയാണ് എങ്കിൽ, സുഹൃത്തുക്കൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അവന്റെ ജീവിതത്തെ സമർപ്പിക്കുകയാണ് എങ്കിൽ, ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ. ഏറ്റവും ബലിഷ്ഠമായ ഒരു കയറിനെയാണ് അവൻ മുറുകെ പിടിച്ചിരിക്കുന്നത്. വഇലല്ലാഹി ആഖിബത്തുൽ ഉമൂർ. അല്ലാഹുവിലേക്കാണ് അവന്റെ പര്യവസാനം. അതുകൊണ്ട് സഹോദരങ്ങളെ, വരാനിരിക്കുന്ന ഒരു ലോകത്തെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ ബോധ്യമാണ് ഇസ്ലാം മോക്ഷത്തിൻ്റെ മാർഗത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ പാർഥിക ജീവിതത്തിൻ്റെ ലക്ഷ്യം മാത്രമല്ല, ഐഹിക ജീവിതത്തിലെ നന്മയെക്കുറിച്ചും ഇസ്ലാം ലോകത്തോട് സംസാരിക്കുന്നുണ്ട്. വിശ്വാസികളുടെ ജീവിതത്തിൽ നിരന്തരമായി അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, സൂറത്തുൽ ബഖറയിലെ 201-ാമത്തെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിലൂടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അവരിലുണ്ട് ചില ആളുകൾ, അവർ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നവനാണ്, ഞങ്ങളുടെ നാഥ, ഇഹലോകത്ത് ഞങ്ങൾക്ക് നീ നന്മകൾ പ്രദാനം ചെയ്യണേ. ദുനിയാവിൽ നന്മകളുടേതായ ഒരു ജീവിതം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല, അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ കൂടി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നിടത്ത് ശാന്തിയും സമാധാനവും കണ്ടെത്തുവാൻ സാധിക്കുന്നു.
അതുകൊണ്ടാണ് സമാധാനം നൽകുന്ന ഇസ്ലാം വൈവാഹിക ജീവിതത്തിലൂടെ ആ സമാധാനം കണ്ടെത്തണമെന്ന ആശയത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങളാണ് നേരത്തെ സഹോദരിമാർ ഇവിടെ സംസാരിച്ചത്. ജനറൽ ന്യൂട്രാലിറ്റി, ലിബറലിസം, അതുപോലെ സ്വതന്ത്ര ചിന്താഗതികൾ ലോകത്ത് വളർന്നു വരികയാണ്. അതിൻ്റെ കെടുതികൾ ആളുകൾ അപൂകരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കലും അതിലൂടെ സമാധാനം കണ്ടെത്തുക സാധ്യമല്ല, ശാന്തി കണ്ടെത്തുക സാധ്യമല്ല. മറിച്ച് പ്രപഞ്ചനാഥൻ സമാധാനത്തിന് വേണ്ടി ഈ പ്രപഞ്ചത്തിൽ എന്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതിലൂടെ മാത്രമേ സമാധാനം കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. എന്തിനാണ് വിവാഹം? സൂറത്ത് റൂമിൽ അല്ലാഹു അറിയിച്ചു, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. അല്ലാഹുവുണ്ട്, പ്രപഞ്ചനാഥനുണ്ട് എന്നതിൻ്റെ അടയാളപ്പെടുത്തലാണ് നിങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു ഇണയെ സംവിധാനിച്ചു തന്നിരിക്കുന്നു. രഹസ്യമായല്ല, പരസ്യമായി വലിയന്റെ സാന്നിധ്യത്തോടു കൂടിയിട്ടുള്ള വിവാഹം കഴിച്ച് ഒരു ഇണയിലേക്ക് അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ഒരു ഇണയെ തന്നിരിക്കുന്നു. ലിതസ്കുനൂ ഇലൈഹാ, അതിലൂടെ സമാധാനം അടയുവാൻ വേണ്ടി. വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മത്തൻ, നിങ്ങൾക്കിടയിൽ പരസ്പര സ്നേഹവും പരസ്പര സമാധാനവും കണ്ടെത്തുവാൻ സാധിക്കും. എന്നാൽ ആ ഇണയൊത്ത ജീവിതം ഐഹിക ജീവിതത്തിൽ മാത്രമല്ല, ആ ഇണത്ത ജീവിതം മരണാനന്തര ജീവിതത്തിലും പരലോകത്ത് സ്വർഗത്തിലുമുണ്ട് എന്ന് ഇസ്ലാം ലോകത്തോട് പഠിപ്പിക്കുന്നു. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ. ഈ ദുനിയാവിൽ കുറഞ്ഞ കാലം മാത്രമേ ഒരുപക്ഷെ ഇണയത്ത ജീവിതം ഉണ്ടായിട്ടുള്ളൂ എങ്കിലും വിശ്വാസിയായി സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ചവർക്ക് അള്ളാഹു നാളെ പരലോകത്ത് അവരെ കൊണ്ടുവരും. ഹും, അവരും, വഅസ്വാജുഹും, അവരുടെ ഇണകളും, ഫീ ളിലാലിൻ, തണലുകളിൽ, അലൽ അറായികി, അലങ്കൃത സോഫകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. മുത്തഖിഊൻ. അതുകൊണ്ട് ദുനിയാവിലെ പ്രാർത്ഥനയിൽ ഇഹലോകത്തെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ വഫിൽ ആഖിറതി ഹസനത്തുൻ വഖിനാ അദാബന്നാർ, പരലോകത്തും നന്മ ലഭിക്കണേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ എന്ന് പറയുന്ന ഇഹവര ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യാശാസ്ത്രമാണ് ഇസ്ലാം ലോകത്തോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാം മതത്തിൻ്റെ സ്ഥാപകൻ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല. ഇസ്ലാം പടച്ച റബ്ബിലേക്ക് ജീവിതത്തെ സമർപ്പിച്ച് അതിലൂടെ സമാധാനം നേടുന്ന പ്രത്യാശാസ്ത്രത്തിന് അറബിയിൽ പറയുന്ന പേരാകുന്നു ഇസ്ലാം എന്നുള്ളത്. അതുകൊണ്ട് ജനിക്കുമ്പോൾ ഇസ്ലാമാകണമെന്ന് ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. ഇസ്ലാമിലേക്ക് വന്നവരിൽ നല്ലൊരു ശതമാനം കുറെ കാലങ്ങൾക്ക് ശേഷം ഇസ്ലാം ഉൾക്കൊണ്ടവരാണ്. ഇസ്ലാം പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് പലവിധ പ്രത്യാശാസ്ത്രങ്ങളും നിങ്ങളിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കാം. പക്ഷേ മരിക്കുമ്പോഴേക്കും നിങ്ങളൊരു ഉറച്ച നിലപാട് നിങ്ങൾക്കുണ്ടാകണം. അതെന്താണ്? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്. എന്നാൽ വേദക്കാരായിട്ടുള്ള ആളുകൾ അവർ പിൽക്കാലത്ത് അവരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ മാറ്റിമറിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം 19-ാമത്തെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം വമാ ഇഖ്തലഫല്ലദീന ഊതുൽ കിതാബ് ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗ്യം ബൈനഹും ومن يكفر بآيات الله فإن الله سريع الحساب. തീർച്ചയായും അള്ളാഹുവിൻ്റെ മേൽ മതം എന്നാൽ ഇസ്ലാമാകുന്നു. വേദഗ്രന്ഥം നൽകപ്പെട്ടവർ തങ്ങൾക്ക് മതപരമായ അറിവ് വന്നു കിട്ടിയതിന് ശേഷം തന്നെയാണ് ഭിന്നിച്ചത്. ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയുന്നത് അവർക്ക് കാര്യങ്ങൾ അറിയാം. എങ്ങനെയാണ്? യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും,
അവരുടെ മക്കളെ അറിയുന്നത് പോലെ അവർക്ക് വേദങ്ങളെക്കുറിച്ചറിയാം, യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചറിയാം. പിന്നെ എന്താണ്? അവർ തമ്മിലുള്ള കക്ഷിമാത്സര്യം നിമിത്തമാകുന്നു അത്. വല്ലവനും അള്ളാഹുവിൻ്റെ തെളിവുകളെ നിഷേധിക്കുന്നുവെങ്കിൽ അള്ളാഹു അതിവേഗം കണക്ക് ചോദിക്കുന്നവനാകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഇസ്ലാമിൻ്റെതായ ഒരു സംഹിതയിൽ ജനിച്ചു വീഴാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ആ ഇസ്ലാമിലൂടെ ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ഇസ്ലാമായതിൻ്റെ പേരിൽ ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരുപാട് പ്രതിസന്ധികളും പരീക്ഷണങ്ങളുമെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരും മുസ്ലിങ്ങൾ തന്നെയാണ്. എന്നാൽ ആ പ്രയാസങ്ങളും ആ വേദനകളും വന്നു ഭവിക്കാതെ ശാശ്വതമായ സ്വർഗം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയില്ല എന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് മുസ്ലിമായതിൻ്റെ പേരിൽ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാവുക തന്നെ ചെയ്യും. അതിലൂടെ ആയിരിക്കും കടന്നു പോവുക. അം ഹസിബ്തും അൻ തദ്ഖുലൽ ജന്ന വലമ്മാ യഅലമില്ലാഹുൽ ലദീന ജാഹദൂ മിൻകും വയഅലമസ് സ്വാബിരീൻ. നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾ സ്വർഗത്തിൽ കടക്കുമെന്ന്? വലമ്മാ യഅലമില്ലാഹുൽ ലദീന ജാഹദൂ മിൻകും, നിങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നവരെയും ആ മാർഗത്തിൽ ക്ഷമ കൈക്കൊള്ളുന്നവരെയും തിരിച്ചറിഞ്ഞിട്ടല്ലാതെ സ്വർഗത്തിൽ കടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതുകൊണ്ട് വേറെ ഏതൊരു മതസമൂഹവും അഭിമുഖീകരിക്കുന്നതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ യഥാർത്ഥത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഏതുവരേക്കും? പ്രവാചകൻ പറഞ്ഞു, മാ യസാലുൽ ബലാഉൽ മുഅ്മിൻ ഹത്താ യൽഖല്ലാഹ തആല വമാ അലൈഹി ഖതീഅ. ഒരു വിശ്വാസി പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. എവിടം വരെ? ഭരണം മാറിക്കിട്ടാം, വേറൊരു സാഹചര്യം ഉണ്ടാകാം, പക്ഷേ അവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല. നിങ്ങളുടെ മരണം വരെയും നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടം വമാ അലൈഹി ഖതീഅത്തുൻ, ഒരു പാപവുമില്ലാത്ത ഈ പ്രപഞ്ചത്തിൽ നിന്ന് സുരക്ഷിതനായി അള്ളാഹുവിങ്കലേക്ക് നിങ്ങൾക്ക് മടങ്ങുവാൻ കഴിയും. ആ റബ്ബ് നിങ്ങളെ വിളിക്കുന്നത് സമാധാനത്തിൻ്റെ ഭവനത്തിലേക്കാണ്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു നിങ്ങളെ വിളിക്കുന്നത് സമാധാനത്തിൻ്റെ ഭവനത്തിലേക്കാണ്. ആരെങ്കിലും ആ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചാൽ അവൻ്റെ ജീവിതത്തിന് പരിപൂർണമായ സമാധാനമുണ്ടാകും. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ഇസ്ലാമിലേക്ക് വരാൻ മടിച്ച് പിന്നെ ഇസ്ലാമിലേക്ക് വന്ന ഒരു വ്യക്തി സമൂഹത്തോട് വിളിച്ചു പറയുന്ന ഒരു വാക്യം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിൻ, സൂറത്തുൽ ഗാഫിർ എന്ന അധ്യായത്തിലെ 41-ാമത്തെ വചനത്തിൽ പറയുന്നു, വയാ ഖൗം മാലി അദ്ഉകും മിലൻ നജാത്ത്. ഏ ജനതേ, നിങ്ങൾക്കെന്തു പറ്റി? അദ്ഉകും മിലൻ നജാത്ത്, ഞാൻ നിങ്ങളെ വിളിക്കുന്നത് വിജയത്തിൻ്റെ മാർഗത്തിലേക്കാണ്. ഇസ്ലാം വിജയത്തിൻ്റെ പാതയാണ്. എന്നാൽ വതദ്ഊനി ഇലൻ നാർ, നിങ്ങൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് നരകത്തിൻ്റെ പാതയിലേക്കാണ്. ഇസ്ലാം വിളിക്കുന്നത് നജാത്തിൻ്റെ, വിജയത്തിൻ്റെ മാർഗത്തിലേക്കാണ്. ഫായിസിൻ്റെ, ശാശ്വതമായ വിജയത്തിൻ്റെ മാർഗത്തിലേക്കാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഈ സത്യവാദയുടെ ആശയത്തെ ഒന്നാമതായി എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ കാണിച്ചു കൊടുത്ത് ഇതെത്തേണ്ട ആളുകളിലേക്ക് എത്തേണ്ട സമയത്ത് കൃത്യമായി എത്തിച്ചു കൊടുക്കുക എന്ന പരമപ്രധാനമായ ഒരു ബാധ്യതാ നിർവഹണം ഈ പ്രപഞ്ചത്തിൽ നടക്കുമ്പോൾ ഇസ്ലാമിനെ അകലെ നിന്ന് മനസ്സിലാക്കിയവരൊക്കെ അടുത്തടുത്ത് വരുമ്പോൾ യഥാർത്ഥ ഇസ്ലാം ഇതാകുന്നു എന്ന ബോധത്തിലേക്ക് വരണമെങ്കിൽ ആ പ്രവർത്തന മേഖലകൾ ഇവിടെ നടപ്പിലാകേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരമായ അനുഗ്രഹീതമായ ഒരു പ്രവർത്തനം അള്ളാഹ് പറയുന്നത് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളുകളെ വിളിക്കലാകുന്നു. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ആരാണ് ഏറ്റെടുക്കേണ്ടത്? ഇനിയൊരു പ്രവാചകൻ വരാനില്ല. ഇസ്ലാം പൂർത്തീകരിച്ച മതമാണ്. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഇന്നേ ദിവസം ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്, സംതൃപ്തമായ മതമായി അംഗീകരിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ഇതിലേക്ക് കൂട്ടിക്കലർത്തേണ്ടതില്ല, ഒന്നും ഒഴിവാക്കേണ്ടതില്ല. എന്ത് വേണം?
ഇസ്ലാമിൻ്റെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും സമൂഹത്തിലേക്ക് ഈ ആദർശം എത്തിച്ചു കൊടുക്കണം. അതാണ് പടച്ച റബ്ബ് പറഞ്ഞത്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി. അല്ലാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട്? ആ വിളിയാണ് സഹോദരങ്ങളെ. ദിനങ്ങളോളം ഇവിടെ ആളുകൾ വന്നു. എങ്ങോട്ടാണ് അവർ വന്നത്? അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രപഞ്ച വിസ്മയങ്ങളെ, സ്വശരീരത്തിലെ ആയാത്തുകളെ കാണുവാൻ വേണ്ടി. പല ദിക്കുകളിൽ നിന്ന് ആളുകൾ വന്നിട്ടും കാണാതെ മടങ്ങിപ്പോകേണ്ടി വന്നത് ജനബാഹുല്യം കൊണ്ടാണ്. അവർക്കൊക്കെ പടച്ചവൻ ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഫീ അൻഫുസിക്കും, സ്വന്തം ശരീരത്തിൽ അള്ളാഹുവിൻ്റെ ആയാത്തുകളുണ്ട്. അതുകൊണ്ട് ആ റബ്ബിലേക്ക് ആളുകളെ വിളിക്കണം, ആളുകളെ ക്ഷണിക്കണം. അതാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഖൈറായ പ്രവർത്തനം. വഅമില സ്വാലിഹൻ, എന്നിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. എന്നിട്ട് പ്രഖ്യാപിക്കണം, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാകുന്നു എന്ന് മനസ്സിൽ തട്ടിക്കൊണ്ട് പറയുന്ന ആ സമാധാനത്തിൻ്റെ ശാന്തമായ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ നമുക്ക് സാധിച്ചാൽ നമ്മിലൂടെ നമ്മുടെ കുടുംബം, നമ്മിലൂടെ നമ്മുടെ സമുദായം അവർക്ക് ഇസ്ലാമിൻ്റെ ശരിയായ പാതയിലേക്ക് വരാനുള്ള വെളിച്ചം തുറന്നു കൊടുക്കുവാൻ സാധിക്കും. റഹ്മാനായ റബ്ബ് ആ രൂപത്തിൽ ഇസ്ലാമിൻ്റെ വിവിധ വൈവിധ്യമാർന്ന വിഷയത്തിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. സത്യമായി മനസ്സിലാക്കി അതിനെ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ അതിനെ വെടിയാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആത്മാർത്ഥമായും സത്യസന്ധമായും ഇഖ്ലാസോടുകൂടി അള്ളാഹുവിൻ്റെ ദീനിനെ സർവ്വ മനുഷ്യരിലേക്കും എത്തിച്ചു കൊടുക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിന് മുന്നിൽ നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാർ, നേതാക്കന്മാർ, അതിൻ്റെ പ്രത്യേകമായ സംവിധാനങ്ങൾക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.